വെൽക്കം ബാക്ക് ടു രമ്യ സ്റ്റഡി ട്രിക്സ്. ഇന്നത്തെ വീഡിയോയിൽ 2016 കഴിഞ്ഞ HSA ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ കുറച്ച് റിലേറ്റഡ് ഫാക്റ്റ് നോക്കാം. വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, യുഗപരമ്പരകളിലൂടെ മനുഷ്യൻ ആർജിച്ച സംസ്കാരത്തിൻ്റെ കഥയാണ് ചരിത്രം. ചരിത്രത്തിന് ഈ നിർവചനം നൽകിയ പണ്ഡിതനാര്? വിൽ ഡ്യൂറന്റ്. യുഗപരമ്പരകളിലൂടെ മനുഷ്യൻ ആർജിച്ച സംസ്കാരത്തിൻ്റെ കഥയാണ് ചരിത്രം എന്ന് പറഞ്ഞത് വിൽ ഡ്യൂറന്റ്. സത്യത്തെ തേടിയുള്ള അനന്തരമായ യാത്രയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് ചരിത്രം എന്ന് പറഞ്ഞത് റൂസോ. റൂസോ ചരിത്രത്തിന് നൽകിയ നിർവചനമാണ് സത്യത്തെ തേടിയുള്ള അനന്തരമായ യാത്രയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് ചരിത്രമെന്ന് പറഞ്ഞത് റൂസോ. അതുപോലെ ഇവിടെ ഓർമ്മിച്ചു വെക്കുക, ചരിത്രം എന്ന് പറയുന്നത് മഹത് വ്യക്തികളുടെ ആത്മകഥകളുടെ ഓർമ്മക്കുറിപ്പുകളാണ്. ലോകചരിത്രം മഹാന്മാരുടെ ജീവചരിത്രം തന്നെയാണ്. ഇങ്ങനെ പറഞ്ഞത് തോമസ് കാർലെയാണ്. തോമസ് കാർലെ പറഞ്ഞത് ചരിത്രം എന്ന് പറയുന്നത് മഹാവ്യക്തികളുടെ ആത്മകഥയുടെ ഓർമ്മക്കുറിപ്പുകളാണ്. ലോകചരിത്രം മഹാന്മാരുടെ ജീവചരിത്രം തന്നെയാണ്. ചരിത്രം മനുഷ്യരെ ബുദ്ധിമാന്മാരാക്കുന്നു എന്ന് പറഞ്ഞത് ഫ്രാൻസിസ് ബേക്കൺ ആണ്. ചരിത്രം മനുഷ്യരെ ബുദ്ധിമാന്മാരാക്കുന്നു എന്ന് പറഞ്ഞത് ഫ്രാൻസിസ് ബേക്കൺ. ചരിത്രം വർത്തമാനവും ഭൂതകാലവും തമ്മിലുള്ള സംവാദമാണെന്ന് പറഞ്ഞത് CH കാറാണ്. ചരിത്രം വർത്തമാനവും ഭൂതകാലവും തമ്മിലുള്ള സംവാദമാണെന്ന് പറഞ്ഞത് CH കാർ. ചരിത്രം അവസാനിക്കാത്ത വർഗസമരത്തിൻ്റെ കഥയാണെന്ന് പറഞ്ഞത് കാൾ മാക്സ് ആണ്. ചരിത്രം അവസാനിക്കാത്ത വർഗസമരത്തിൻ്റെ കഥയാണെന്ന് പറഞ്ഞത് കാൾ മാക്സ്. അടുത്ത ചോദ്യം, ഈജിപ്തിനെ ഹിക്സോസ് എന്ന നാടോടി വർഗത്തിൽ നിന്ന് മോചിപ്പിച്ച 18ാം രാജവംശത്തിൻ്റെ സ്ഥാപകൻ അഹ്മോസ് ആണ്. ഈജിപ്തിനെ ഹിക്സോസ് എന്ന നാടോടി വർഗത്തിൽ നിന്ന് മോചിപ്പിച്ച 18ാം രാജവംശത്തിൻ്റെ സ്ഥാപകൻ. ഈജിപ്തിൻ്റെ പഴയ പേര് കറുത്ത ഭൂമി എന്ന അർത്ഥം വരുന്ന കെമ്മറ്റ് എന്നായിരുന്നു. കെമ്മറ്റ്. പ്രാചീന തലസ്ഥാനം തെബ്സ് ആയിരുന്നു. ഈജിപ്തിൻ്റെ പ്രാചീന തലസ്ഥാനം തെബ്സ്. പ്രാചീന ഈജിപ്തിലെ രാജാവിൻ്റെ സ്ഥാനപ്പേര് ഫറോവ. ഫറോവ എന്ന് പറഞ്ഞാൽ മഹാമന്ദിരത്തിൽ താമസിക്കുന്നവർ എന്നാണ് കേട്ടോ വേർഡ് മീനിങ്. പിന്നെ അവിടെ ഓർമ്മിച്ച് വെക്കേണ്ട ഒരു പോയിന്റ്, ഈ ഫറോവമാരിയിൽ ആദ്യത്തെ വ്യക്തി മിനസ് ആണ്. മിനസ് ഓർ മെനസ് എന്നൊക്കെ പറയാറുണ്ട്. നൈൽ തീരത്തുള്ള മെംഫിസ് ആസ്ഥാനമാക്കിയിട്ടായിരുന്നു അദ്ദേഹം പിരമിഡ് യുഗം സ്ഥാപിച്ചത്. ഇപ്പം മെനസാണ് പിരമിഡ് യുഗം സ്ഥാപിച്ചത്. അത് നൈൽ നദി തീരത്തുള്ള മെംഫിസ് തലസ്ഥാനമാക്കിയിട്ടായിരുന്നു. യോദ്ധാക്കൾ അടങ്ങുന്ന സ്ഥിരമായിട്ടുള്ള ഒരു സൈന്യത്തെ സംഘടിപ്പിച്ച ആദ്യത്തെ ഈജിപ്ഷ്യൻ ഭരണാധികാരി തുത്മോസ് ആണ്. തുത്മോസ് ആണ് യോദ്ധാക്കൾ അടങ്ങുന്ന സ്ഥിരമായൊരു സൈന്യത്തെ സംഘടിപ്പിച്ചത്. ഈജിപ്തിലെ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് തുത്മോസ് മൂന്നാമനാണ്. തുത്മോസ് മൂന്നാമനെയാണ് ഈജിപ്തിലെ നെപ്പോളിയൻ എന്ന് അറിയപ്പെടുന്നത്. സങ്കലനം, വ്യവകലനം, ഹരണം എന്നിവ കണ്ടുപിടിച്ചത് ഈജിപ്തുകാരാണ്. പ്രാചീന ഈജിപ്തുകാരുടെ വലിയൊരു സംഭാവനയായിരുന്നു ജലഘടികാരം. മാനവ ചരിത്രത്തിലെ ആദ്യ പഞ്ചാംഗം ഉണ്ടാക്കിയത് ഈജിപ്തുകാരാണ്. അതൊരു സൗര പഞ്ചാംഗമായിരുന്നു. അതിൽ 365 ദിവസങ്ങൾ ഉണ്ടായിരുന്നു. റോസറ്റ ലിഖിതങ്ങൾ കണ്ടെത്തിയത് നെപ്പോളിയൻ്റെ ഈജിപ്ത് ആക്രമണകാലത്താണ് കേട്ടോ. കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷംബോലിയോ. റോസറ്റ അതൊരു വലിയ ശിലയാണ്. അതിലായിരുന്നു ഹൈറോഗ്ലിഫിക്സ് ലിപി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അത് നൈലിൻ്റെ തീരത്ത് നിന്നാണ് കണ്ടെത്തിയത്. പിന്നെ ഷംപോലിയോ നെപ്പോളിയനൊപ്പമാണ് ഇവിടെ വന്നത്, ഈജിപ്തിലേക്ക് എത്തിയത്. ഹൈറോഗ്ലിഫിക്സ് ലിപി എഴുതുന്നത് വലത്ത് നിന്ന് ഇടത്തോട്ടാണ്. ഹൈറോഗ്ലിഫിക്സിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ കാണാം. ഒരിക്കലും ഉറങ്ങാത്ത നഗരം എന്നൊരു വിശേഷണമുള്ളത് ആധുനിക ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കെയ്റോയ്ക്കാണ്. കെയ്റോ ആണ് ഒരിക്കലും ഉറങ്ങാത്ത നഗരം. ഈജിപ്തിലെ ഉദയസൂര്യൻ്റെ ക്ഷേത്രം എന്നറിയപ്പെടുന്നത് അബു സിംബൽ ക്ഷേത്രമാണ്. അടുത്ത ചോദ്യം, തുറമുഖ നഗരം എന്ന പേരിൽ അറിയപ്പെട്ട ഹാരപ്പൻ സാംസ്കാരിക കേന്ദ്രം. തുറമുഖ നഗരം എന്നറിയപ്പെടുന്നത് ലോത്തലാണ്.
ഇന്നത്തെ ഗുജറാത്തിന്റെ ഭാഗമായിരുന്നു ലോത്തൽ. ലോത്തലിനെ കുറിച്ച് ഓർമ്മിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, സബർമതി നദിക്കും പോഷക നദിയായ ബൊഗാവോയ്ക്കും ഇടയിലായിട്ടാണ് ലോത്തൽ സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു തുറമുഖ നഗരമായിരുന്നു. കപ്പൽശാല കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രം ചോദിച്ചാൽ അത് ലോത്തലാണ്. പണ്ടകശാലകളും വ്യാപാരികളുടെ ഭവനങ്ങളും കണ്ടെത്തിയത് ലോത്തലിൽ നിന്നാണ്. ഗുജറാത്തി ഭാഷയിൽ ലോത്തൽ എന്ന വാക്കിനർത്ഥം മരിച്ചവരുടെ കുന്ന് എന്നാണ്. മോഹൻജൊദാരോ എന്ന് പറഞ്ഞാൽ എന്താണ്? മരിച്ചവരുടെ കുന്നാണ് കേട്ടോ. പുരുഷന്മാരോടൊപ്പം സ്ത്രീയെയും അടക്കം ചെയ്തതിൻ്റെ തെളിവ് ലഭിച്ചത് ലോത്തലിൽ നിന്നാണ്. ലോത്തലിൽ നിന്ന് മുത്തു നിർമ്മാണത്തിൻ്റെ തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, BCE 27 റോമൻ റിപ്പബ്ലിക്കിനെ അട്ടിമറിച്ച് അധികാരം പിടിച്ചെടുത്തത്? ഒക്ടേവിയനാണ് BCE 27 റോമൻ റിപ്പബ്ലിക്കിനെ അട്ടിമറിച്ച് അധികാരം പിടിച്ചെടുത്തത്. ഒക്ടേവിയസ് സീസർ, അഗസ്റ്റസ് സീസറിൻ്റെ ഭരണകാലം BCE 27 മുതൽ AD 14 വരെയായിരുന്നു. ഒക്ടേവിയസ് സീസറിൻ്റെ മറ്റൊരു പേരാണ് അഗസ്റ്റസ് സീസർ. ഒക്ടേവിയസ് ജൂലിയസ് സീസറിൻ്റെ അനന്തരവനാണ് കേട്ടോ. പിന്നെ ഇവിടെ ഓർമ്മിച്ചു വെക്കേണ്ടത്, ഇംപരേറ്റർ എന്നറിയപ്പെട്ടിരുന്ന ഭരണാധികാരിയാണ് അഗസ്റ്റസ് സീസർ. റോമിൻ്റെ സുവർണ കാലഘട്ടം അഗസ്റ്റസ് സീസറുടെ ഭരണകാലമായിരുന്നു. രാജകൊട്ടാരം നിർമ്മിച്ച റോമൻ ചക്രവർത്തി അഗസ്റ്റസ് സീസറാണ്. റോമൻ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട അഭ്യാസ പ്രകടനങ്ങൾക്കായിട്ടുള്ള തുറന്ന വേദികളായിരുന്നു കൊളോസിയം. കൊളോസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? റോമിലാണ്. ക്രിസ്തു മതം ഔദ്യോഗിക മതമായി അംഗീകരിച്ച ആദ്യ റോമ ചക്രവർത്തിയാണ് കോൺസ്റ്റന്റൈൻ ഒന്നാമൻ. പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായിരുന്നു. മധ്യകാലഘട്ടത്തിൽ റോമൻ സാമ്രാജ്യം രണ്ടായിട്ട് പിരിഞ്ഞിരുന്നു. അത് ഒന്ന് പാശ്ചാത്യ റോമൻ സാമ്രാജ്യം, രണ്ട് പൗരസ്ത്യ റോമ സാമ്രാജ്യം. പൗരസ്ത്യ റോമ സാമ്രാജ്യമായിരുന്നു ബൈസ്റ്റാൻഡിയൻ സാമ്രാജ്യം എന്ന് അറിയപ്പെട്ടിരുന്നത്. പിന്നെ പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ കോൺസ്റ്റന്റൈൻ ആയിരുന്നു കേട്ടോ, കോൺസ്റ്റന്റൈൻ. പിന്നെ ഇവിടെ ഓർത്തു വെക്കുക, ഈ പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. കോൺസ്റ്റാന്റിനോപ്പിൾ അറിയപ്പെട്ടിരുന്നത് ബൈസാൻഡിയം എന്ന പേരിലായിരുന്നു. ബൈസാൻഡിയൻ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ കോൺസ്റ്റന്റൈൻ ഒന്നാമനായിരുന്നു. പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ചക്രവർത്തിയായിരുന്നു ജസ്റ്റീനിയൻ. റോമിലെ നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ച് നിയമസംഹിത ഉണ്ടാക്കിയത് ജസ്റ്റീനിയൻ്റെ കാലത്താണ്. ചരിത്രം നീതിപൂർവം ജസ്റ്റീനിയൻ്റെ യുദ്ധങ്ങൾ മറക്കുകയും അദ്ദേഹത്തിൻ്റെ നിയമങ്ങളുടെ പേരിൽ സ്മരിക്കുകയും ചെയ്യും എന്ന് നിരീക്ഷിച്ച ചരിത്രകാരൻ വിൽ ഡ്യൂറൻ്റ് ആണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ എന്ന ഗ്രന്ഥത്തിലാണ് ഇക്കാര്യം പറയുന്നത്. അടുത്ത ചോദ്യം, നവോത്ഥാന സാഹിത്യത്തിൻ്റെ പ്രഭാത നക്ഷത്രം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇറ്റാലിയൻ കവി ഡാന്റെയാണ്. ഡാന്റെയാണ് നവോത്ഥാനത്തിൻ്റെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെട്ടത്. നവോത്ഥാന കാലത്തെ പ്രധാന സാഹിത്യകാരനാണ് ഡാന്റെ. ഡാന്റെയുടെ പ്രധാനപ്പെട്ട കൃതിയാണ് ഡിവൈൻ കോമഡി. ലോക നവോത്ഥാനത്തിൻ്റെ പിതാവ് പെട്രാർക്കാണ്. നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? പെട്രാർക്ക്. 8-9 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ വളർന്നു വന്ന സാംസ്കാരികവും ബൗദ്ധികവുമായ ഉണർവിനെയാണ് ചരിത്രകാരന്മാർ കരോലിൻജിയൻ നവോത്ഥാനം എന്ന് പറയുന്നത്. കരോലിൻജിയൻ നവോത്ഥാനം ആവിർഭവിച്ചത് യൂറോപ്പിലാണ് 8-9 നൂറ്റാണ്ടുകളിൽ. നവോത്ഥാനവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. ഡോൺ കിക്സോട്ട് എന്ന കൃതി രചിച്ചത് സെർവാൻഡസ് ആണ്. ഡോൺ കിക്സോട്ട്. യൂറോപ്പ് കേന്ദ്രീകരിച്ചാണ് നവോത്ഥാനം ആവിർഭവിച്ചതെന്ന് പറയുന്ന ജോർജ് ജെയിംസിൻ്റെ കൃതിയാണ് സ്റ്റോളൻ ലെഗസി. യൂറോപ്പ് കേന്ദ്രീകരിച്ചാണ് നവോത്ഥാനം ആവിർഭവിച്ചതെന്ന് പറയുന്ന ജോർജ് ജെയിംസിൻ്റെ കൃതി സ്റ്റോളൻ ലെഗസിയാണ്. നവോത്ഥാനവുമായി ബന്ധമുള്ള ബ്ലാക്ക് അഥീന എന്ന കൃതി രചിച്ചത് മാർട്ടിൻ ബർണലാണ്. മാർട്ടിൻ ബർണൽ. ഇറ്റലിയിലെ നവോത്ഥാന കലയുടെ പ്രധാന കേന്ദ്രമായിരുന്നു ഫ്ലോറൻസ്. ഇറ്റലിയിലെ നവോത്ഥാന കലയുടെ പ്രധാന കേന്ദ്രം ഫ്ലോറൻസ് ആണ് കേട്ടോ. ലോറയ്ക്ക് എഴുതിയ പ്രണയഗീതങ്ങൾ എന്ന ബുക്ക് എഴുതിയത് പെട്രാർക്കാണ്. പിന്നെ ഡെക്കാമറൻ അത് എഴുതിയത് ബൊക്കാച്ചിയോ. ജൂലിയസ് സീസർ വില്യം ഷേക്സ്പിയറിൻ്റെ കൃതിയാണ്. ഡിവൈൻ കോമഡി എഴുതിയത് ഡാന്റെയാണ്. ഇൻ ഫേസ് ഓഫ് ഫോളി എന്ന കൃതി എഴുതിയത് ഇറാസ്മസ് ആണ്. കാൻറ്റർബറി കഥകൾ എഴുതിയത് ജെഫ്രി ചോസർ ആണ്. ഉട്ടോപ്പിയ എന്ന കൃതി എഴുതിയത് തോമസ് മൂർ ആണ്. ഡോൺ കിക്സോട്ട് എന്ന കൃതി എഴുതിയത് മിഗേൽ ഡെ സെർവാന്തയാണ്. അടുത്ത ചോദ്യം, പ്രതി മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ വക്താവായിരുന്ന ഇഗ്നേഷ്യസ് ലയോളയുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ സ്ഥാപനം സൊസൈറ്റി ഓഫ് ജീസസ് ആണ്. സൊസൈറ്റി ഓഫ് ജീസസ് എന്ന പ്രതിമത നവീകരണ പ്രസ്ഥാനം ആരംഭിച്ചത് ഇഗ്നേഷ്യസ് ലയോളയുടെ നേതൃത്വത്തിലാണ്.
സൊസൈറ്റി ഓഫ് ജീസസ് എന്ന സഭ സ്ഥാപിച്ചത് 1540-ലാണ്. 1540-ലാണ് സൊസൈറ്റി ഓഫ് ജീസസ് എന്ന സഭ സ്ഥാപിച്ചത്. ഇഗ്നേഷ്യസ് ലയോളയുടെ അനുയായികൾ ജസ്യൂട്ടുകളെന്നും മതനവീകരണ പ്രസ്ഥാനത്തിലുള്ള ആളുകളെ ഹ്യൂഗ്നോട്ടുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പ്രതിമത നവീകരണവുമായി ബന്ധപ്പെട്ട് കത്തോലിക്ക സഭ നവീകരിക്കാനുള്ള സമ്മേളനം നടന്നത് ഇറ്റലിയിലെ ട്രെൻറ്റിലാണ്. മതനവീകരണ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയത് മാർട്ടിൻ ലൂതറാണ് ജർമ്മനിയിലെ 1517. പിന്നെ പാപവിമോചന പത്രത്തിൻ്റെ വിൽപ്പന നിരോധിച്ചത് ട്രെൻറ്റിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് കേട്ടോ. വിശ്വാസികൾ വായിക്കാൻ പാടില്ലാത്ത പുസ്തകങ്ങളുടെ പട്ടികയായ ഇൻഡെക്സ് പ്രസിദ്ധീകരിച്ചത് ട്രെൻറ്റിൽ നടന്ന സമ്മേളനത്തിലാണ്. ഈ ഒരു സമ്മേളനത്തിൽ തന്നെയാണ് പാപവിമോചന പത്രത്തിൻ്റെ വിൽപ്പന നിരോധിച്ചതും പ്രതിമത നവീകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് സ്പെയിൻകാരനായ ഇഗ്നേഷ്യസ് ലയോള സൊസൈറ്റി ഓഫ് ജീസസ് 1540 സ്ഥാപിച്ചതും. അടുത്ത ചോദ്യം, നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ പരാജയം കുറിച്ച വാട്ടർലൂ യുദ്ധം നടന്ന വർഷം 1815 ജൂൺ 18. 1815 ജൂൺ 18 നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ പരാജയത്തിന് കാരണമായ വാട്ടർലൂ യുദ്ധം നടന്നത്. ആധുനിക ഫ്രാൻസിൻ്റെ ശില്പി, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു, ലിറ്റിൽ കോർപ്പറൽ, മാൻ ഓഫ് ഡെസ്റ്റിനി ഇങ്ങനെയെല്ലാം അറിയപ്പെട്ടിരുന്നത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. 1769 ഓഗസ്റ്റ് 15 നെപ്പോളിയൻ ബോണപ്പാർട്ട് ജനിച്ചത്. 1799 ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്തു. 1804 നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രഞ്ച് ഭരണാധികാരിയായി സ്ഥാനമേറ്റത്. കോണ്ടിനെൻ്റൽ വ്യവസ്ഥ നടപ്പിലാക്കിയത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. ബെർലിൻ ശാസനങ്ങൾ എന്ന പേരിൽ 1806 സാമ്പത്തിക ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചതും നെപ്പോളിയനാണ്. ഇംഗ്ലണ്ട് ഫ്രാൻസിനെ ഉപരോധിച്ച നടപടിയാണ് ഓർഡേഴ്സ് ഇൻ കൗൺസിൽ. എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാം, അവസരമില്ലാത്ത പക്ഷം കഴിവുകൊണ്ട് പ്രയോജനമില്ല, ശത്രു പിഴവ് വരുത്തുമ്പോൾ തടസ്സപ്പെടുത്തരുത്. ഇങ്ങനെയെല്ലാം പറഞ്ഞതാരാണ്? നെപ്പോളിയൻ. നെപ്പോളിയനെ നാടുകടത്തിയത് സെൻറ്റ് എൽബ ദ്വീപിലേക്കായിരുന്നു. വാട്ടർലൂ യുദ്ധത്തിലെ പൂർണ്ണ പരാജയത്തെ തുടർന്ന് നെപ്പോളിയനെ നാടുകടത്തിയത് സെൻറ്റ് ഹെലോന ദ്വീപിലേക്കാണ്. സെൻറ്റ് ഹെലോന ദ്വീപിലേക്ക്. പിന്നെ ഇവിടുന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് 1789 ജൂൺ 20 നടന്ന സംഭവം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. അടുത്ത ചോദ്യം, സ്പിന്നിംഗ് മ്യൂൾ കണ്ടുപിടിച്ചത്? സാമുവൽ ക്രോംപ്റ്റൺ ആണ് സ്പിന്നിംഗ് മ്യൂൾ കണ്ടുപിടിച്ചത്. ഈ ഭാഗത്ത് നിന്ന് ഓർക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, സ്പിന്നിംഗ് ജെന്നി. സ്പിന്നിംഗ് ജെന്നി കണ്ടെത്തിയത് ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. ജെയിംസ് ഹാർഗ്രീവ്സ്. ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടെത്തിയത് ജോൺ കെയ് ആണ്. ജോൺ കെയ്. ആവിയന്ത്രം കണ്ടെത്തിയത് ജെയിംസ് വാട്ടാണ്. പിന്നെ പവർലൂം കണ്ടെത്തിയത് എഡ്മണ്ട് കാർട്ട്റൈറ്റ്. ലോക്കോമോട്ടീവ് കണ്ടെത്തിയത് ജോർജ് സ്റ്റീഫൻസൺ ആണ്. ജോർജ് സ്റ്റീഫൻസൺ. വാട്ടർ ഫ്രെയിം കണ്ടെത്തിയത് റിച്ചാർഡ് ആർക്രൈറ്റ്. സേഫ്റ്റി ലാമ്പ് കണ്ടെത്തിയത് ഹംഫ്രി ഡേവി. കമ്പി തപാൽ കണ്ടെത്തിയത് സാമുവൽ മോഴ്സ് ആണ്. അടുത്ത ചോദ്യം, ഏത് സന്ധിയിൽ ഒപ്പുവെച്ചാണ് റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങിയത്? ബ്രസ്റ്റ് ലിറ്റോവിസ്ക് ഉടമ്പടിയിൽ ഒപ്പുവെച്ചാണ് റഷ്യ ഒന്നാം ലോക യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങിയത്. ബ്രസ്റ്റ് ലിറ്റോവിസ്ക് ഉടമ്പടി നടന്നത് 1918 മാർച്ച് 3. 1918 മാർച്ച് 3. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ഉടമ്പടികൾ ഞാൻ മുന്നത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടെ കണ്ട കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അടുത്ത ചോദ്യം, ഹവായ് ദ്വീപിലെ അമേരിക്കൻ നാവിക താവളമായ പേൾ ഹാർബറിന് നേരെ ജപ്പാൻ ആക്രമണം നടത്തിയത് ഡിസംബർ 7, 1941. ഒന്നാം ലോക യുദ്ധവുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ട പോയിന്റ്, പാൻസ്ലാവ് പ്രസ്ഥാനം. കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ ഏകീകരിക്കാൻ റഷ്യ രൂപീകരിച്ചതാണ് പാൻസ്ലാവ്. ഇനി ജർമ്മനിയാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം രൂപീകരിച്ചത്. ടൂട്ടോണിക് വർഗ്ഗക്കാരെ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജർമ്മനി ഇങ്ങനൊരു പ്രസ്ഥാനം രൂപീകരിച്ചത്. ഇതൊക്കെ തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. തീവ്ര ദേശീയതയും ഒന്നാം ലോക യുദ്ധത്തിന് കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. ഒന്നാം ലോക യുദ്ധത്തിൽ ചേരിതിരിഞ്ഞായിരുന്നു ലോകരാജ്യങ്ങൾ യുദ്ധത്തിൽ പങ്കെടുത്തത്. രണ്ട് സൈനിക ചേരികൾ, ഒന്ന് ത്രികക്ഷി സഖ്യം, ഒന്ന് ത്രികക്ഷി സൗഹാർദ്ദം. ത്രികക്ഷി സഖ്യത്തിൽ ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, ഇറ്റലിയുമാണ് ഉൾപ്പെട്ടിരുന്നത്. എന്നാൽ ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. അടുത്ത ചോദ്യം,
മഗധയിൽ കടുത്ത ക്ഷാമമുണ്ടായപ്പോൾ തൻ്റെ അനുയായികളോടൊപ്പം ദക്ഷിണേന്ത്യയിലെ ശ്രാവണ ബൽഗോളയിലേക്ക് കുടിയേറിയ ജൈനമത നേതാവ് ഭദ്രബാഹുവാണ്. ചന്ദ്രഗുപ്ത മൗര്യനെ ജൈനമതം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചത് ഭദ്രബാഹുവാണ്. അടുത്ത ചോദ്യം, 1191 മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തിയ രാജാവ് പൃഥ്വിരാജ് ചൗഹാനാണ്. 1191 നടന്നത് ഒന്നാം തറൈൻ യുദ്ധം. അതിൽ വിജയി പൃഥ്വിരാജ് ചൗഹാനായിരുന്നു. രണ്ടാം തറൈൻ യുദ്ധം നടന്നത് 1192 അതിൽ ജയിച്ചത് മുഹമ്മദ് ഗോറിയാണ്. തറൈൻ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇന്നത്തെ ഹരിയാനയുടെ ഭാഗമാണ് കേട്ടോ. ഇന്ത്യയിൽ ഒരു മുസ്ലിം രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് കാരണമായിട്ടുള്ള യുദ്ധമായിരുന്നു തറൈൻ യുദ്ധം. രണ്ടാം തറൈൻ യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്താൻ മുഹമ്മദ് ഗോറിയെ സഹായിച്ച ഇന്ത്യൻ ഭരണാധികാരി ജയചന്ദ്രയാണ്. ജയചന്ദ്ര. അടുത്ത ചോദ്യം, ചരിത്ര പ്രസിദ്ധമായ രണ്ടാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം 1556 നവംബർ 5 ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള രണ്ടാം പാനിപ്പത്ത് യുദ്ധം നടന്നത്. ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത് 1526. 1526 ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തോടു കൂടിയാണ് മുഗൾ സാമ്രാജ്യത്തിന് ഇന്ത്യയിൽ അടിത്തറ പാകിയത്. മുഗൾ രാജവംശത്തിന്റെ സ്ഥാപകൻ ബാബറാണ് കേട്ടോ. അടുത്ത ചോദ്യം, മിത തീവ്രവാദ വിഭാഗങ്ങളുടെ ഏകീകരണത്തിന് വേദിയായ 1916 കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ലക്നൌവിൽ വെച്ചാണ്. ലക്നൌവിൽ വെച്ച് നടന്ന 1916 INCയുടെ സമ്മേളനത്തിൽ പ്രസിഡന്റ് MC മജൂംദാർ ആയിരുന്നു. ഗാന്ധിജിയും നെഹ്റുവും കണ്ടുമുട്ടിയത് 1916 ലക്നൌ സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. പിന്നെ കോൺഗ്രസും മുസ്ലിം ലീഗ് സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതും ലക്നൌ 1916 INC സമ്മേളനത്തിൽ വെച്ചാണ് കേട്ടോ. അത് ഓർമ്മിച്ചു വെക്കുക. 1907 മിതവാദികളും തീവ്രവാദികളും തമ്മിൽ എന്ത് ചെയ്തിട്ടുള്ളത്, സ്പ്ലിറ്റ് ആയത്. ആദ്യ സ്പ്ലിറ്റ് അല്ലെങ്കിൽ ആദ്യ പിളർപ്പ് സൂററ്റിൽ വെച്ചാണ് സംഭവിച്ചത്. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധിയെ ആഴത്തിൽ സ്വാധീനിച്ച അൺഡു ദ ലാസ്റ്റ് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ജോൺ റസ്കിൻ ആണ്. അടുത്തത്, ഏത് യൂറോപ്യൻ ശക്തിയെയാണ് മാർത്താണ്ഡവർമ്മ കുളച്ചലിൽ വെച്ച് 1741 പരാജയപ്പെടുത്തിയത്? ഡച്ചുകാരാണ് ലന്തക്കാരെന്ന പേരിൽ അറിയപ്പെട്ടത്. ഇന്ത്യയിലേക്ക് വന്ന രണ്ടാമത്തെ വിദേശികളാണ് ഡച്ചുകാർ നെതർലാൻഡുകാരായിരുന്നു. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഇത് മലബാറിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പറയുന്നൊരു ഗ്രന്ഥമാണ്. 742 സസ്യങ്ങളെക്കുറിച്ചാണ് ഇതിൽ പരാമർശിച്ചിട്ടുള്ളത്. ഡച്ച് ഗവർണറായിരുന്ന വാൻഡ്രീഡ് ആണ് ഈ ഗ്രന്ഥം തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത്. ഡച്ചുകാർ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് മസൂലി പട്ടണത്ത് 1605. ഹൂഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്തിരുന്ന ഡച്ച് കോളനിയാണ് ചിൻസുറ. ഏഷ്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനി ഇന്തോനേഷ്യ ആയിരുന്നു കേട്ടോ. 1595 ഡച്ചുകാർ ഇന്ത്യയിലേക്ക് വന്നത്. ഇന്ത്യയിൽ ആദ്യമായി വ്യാപാരബന്ധം സ്ഥാപിച്ച ആദ്യ പ്രൊട്ടസ്റ്റന്റ് ജനവിഭാഗം അത് ഡച്ചുകാരാണ്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1602. ഈ വീഡിയോ ഉപകാരപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സപ്പോർട്ട് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക്